ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, ഈ മുജാഹിദുകൾക്ക് മൗലിദും മാലയും മധുവും ഒക്കെ ഉണ്ടോ? യഥാർത്ഥത്തിൽ അവർക്കുണ്ട്. മൗലിദും മാലയും മധുകളൊക്കെ ഉണ്ട്. അത് ആരെ പേരിലാണ് എന്നതാണ് വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ, മഹാന്മാരുടെ പേരിൽ, ബദരീങ്ങളുടെ പേരിൽ ഒക്കെ അവർക്ക് വലിയ പ്രശ്നമാണ്. അവർക്ക് പറ്റുന്ന ചില സംഗതികളുണ്ട്, ആളുകളുണ്ട്. ആ ആളുകളുടെ പേരിൽ അവര് നീണ്ട വരികൾ, ആ വരികളൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. ഞാൻ ഉദാഹരണമായി കുറച്ച് ആളുകളുടെ മാത്രം ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അവരുടെ വലിയ നേതാവാണല്ലോ ഇബ്നു അബ്ദുൽ വഹാബ്. ആ ഇബ്നു അബ്ദുൽ വഹാബിനെ സംബന്ധിച്ച് പാടി ആ മദഴുകൾ അവർ പാടുകയാണ്. എന്താണ് പറയുന്നത്? അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? സലാമുൻ അലാ നജ്ദിൻ വമൻ ഹല്ല ഫീ നജ്ദി വഇൻ കാന തസ്ലീമി അനിൽ ബുഅദി ലം യജ്ദി. നജ്ദിന് സലാം. ഇബ്നു അബ്ദുൽ വഹാബിന്റെ പേരിലുള്ള സലാം ബൈത്ത് തുടങ്ങുന്നത് അങ്ങനെയാണ്, മദ് തുടങ്ങുന്നത് അങ്ങനെയാണ്. നജ്ദിന് സലാം. വമൻ ഹല്ല ഫീ നജ്ദി, നജ്ദിൽ അവതരിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനും സലാം. വഇൻ കാന തസ്ലീമി അനിൽ ബുഅദി, വിദൂരത്തു നിന്നുള്ള എന്റെ സലാം ലം യജ്ദി, അതങ്ങ് അകലെ ഈ നജ്ദിൽ എത്തുകയില്ലെങ്കിലും, അത് മതിയാവുകയില്ലെങ്കിലും എന്റെ ഒരു സലാം കിടക്കട്ടെ, ഒരു സലാം എന്നാണ്. എന്നിട്ട് ഇബ്നു അബ്ദുൽ വഹാബിനെ പറ്റി ഇവർ പറയാണ്, വബഅസല്ലാഹു ലനാ മുജദ്ദിദ മിൻ അർളി നജ്ദിൻ അലിമൻ മുജ്തഹില ശൈഖൽ ഹുദാ മുഹമ്മദൽ മുഹമ്മദി അൽ ഹംബലിൽ ആസരിൽ അഹ്മദി. അള്ളാഹു നമ്മൾക്കൊരു വലിയ മുജദ്ദിദിനെയാണ് നിയോഗിച്ചത് എന്നാണ്. മുസ്ലിം ഉമ്മത്തിൽ ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയ, വലിയ കുരുതികൾക്ക് നേതൃത്വം കൊടുത്ത, ഭീകരവാദ തീവ്രവാദങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയെ പരിഷ്കർത്താവായിട്ട് അവതരിപ്പിക്കുകയാണ്. ഇല്ലാത്ത വിശേഷണങ്ങൾ, ആ വിശേഷണങ്ങൾ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ ആ ഇബ്നു അബ്ദുൽ വഹാബിനെ അവർ പുകഴ്ത്തുന്നു. എത്രയോ വരികളുണ്ട്. ഞാനിവിടെ കുറഞ്ഞ വരികൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എടുത്തു വച്ചതാണ്. അങ്ങനെ എത്രയോ മൗലിദുകൾ ഇവരുടേത് കാണാൻ കഴിയും. ഞാൻ വേറെ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താം. ഇവരുടെ എം ഷെയ്ഖ് മുഹമ്മദ് മൗലവി അൽമനാറിൽ വന്നതാണ്. ഇനി ബാക്കി പറയാൻ പോകുന്നത് 1977. എന്താണ് എം ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെ പറ്റി ഇവർ പറയുന്നത്? അലൽ മഗ്ഫൂരി ലഹു ഫളീലത്തുൽ ഉസ്താദ് എം ഷെയ്ഖ് മുഹമ്മദ് മൗലവി റഈസു കേരള ജംഇയ്യത്തുൽ ഉലമാഇ വഅമീദ് കുല്ലിയത്തി അൻവാറിൽ ഇസ്ലാമിയ്യത്തിൽ അറബിയ്യത്തിൽ ബനാത്തി ബിമോങ്ങം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹെഡിങ്, ഒരു ഹദീസോ കൊടുത്തു. അങ്ങനെ പിന്നെ മൗലിദിന്റെ വരികളാണ്, മാലകളാണ്, പദ്യഗദ്യ സമ്മിശ്രാണല്ലോ അല്ലേ? അങ്ങനെയാണല്ലോ മൗലിദ് നമ്മൾ സാധാരണ കാണാറുള്ളത്. അപ്പൊ അതിൽ കാണുന്നത് എന്താണ്? ഇയാളെ സംബന്ധിച്ചുള്ള വിശേഷണങ്ങൾ, മഹത്വങ്ങൾ, ബഹുമാനങ്ങൾ. അദ്ദേഹം ആരൊക്കെയാണെന്നാ പറയുന്നത്? ലിശിദ്ദത്തി ഹുസൈനിഹിം യബ്കിൽ അനാമു വകുല്ലുഹും ഫുആദൻ മുസ്തഹാമു തുഹിസ്സു ഖുലൂബുനാ അലമൻ ശദീദാ ഫജറഹഹാ മിനൽ ബൽവാസിഹാമു. ഇതാര മൗലിദാണ്, ഇതാര മാലയാണ്? ഇവരുടെ ഷെയ്ഖ് മുഹമ്മദ് മൗലവിയുടെ മാലയാണ്, മൗലിദാണ്. എന്താണ് അതിൽ പറയുന്നത്? നിങ്ങളെപ്പറ്റി ചിന്തിച്ച് വേദനിച്ച് മനുഷ്യന്മാരൊക്കെ വളരെ അതീവ ദുഃഖിതരായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മനസ്സുകളിലൊക്കെ അത് വലിയ മുറിവേൽപ്പിച്ചിരിക്കുകയാണ് എന്നൊക്കെ പാടിയിട്ട് ഷെയ്ഖ് മുഹമ്മദ് മൗലവി എന്ന നിങ്ങളുടെ മൗലവിയെ സംബന്ധിച്ച് വർണ്ണിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. എന്നിട്ട് എന്താണ് പിന്നീട് പറയുന്നത്? നിങ്ങൾ നോക്ക്. ഫശൈഖു മുഹമ്മദിൻ ളുഖുറുൽ മറാകം ഹദാമം ഫീ അവാദിൽ ജഹലിഹാമു. മൗലവിയെ പറ്റി പാടുകയാണ് ഇവര്. ഷെയ്ഖ് മുഹമ്മദ് മൗലവി എന്ന ളുഖുറുൽ വറ, മനുഷ്യകുലത്തിന്റെ മുഴുവനും പാരത്രിക ലോകത്തെ സൂക്ഷിപ്പ് നിധിയാണ്. ഇവർക്ക് ഒരു കുഴപ്പമില്ല. നമ്മള് മൗലിദിന്റെ കിതാബില് സലാം ബൈത്തിലെ അസ്സലാമു അലൈക യാ ദുഖറൽ ഉസാതി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാരത്രിക ലോകത്ത് ദോഷികളായ ആളുകളെ ശഫാഅത്തിലൂടെ മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തുന്ന അവരുടെ സൂക്ഷിപ്പിനിധിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച്. ഇത് പാടുവര് ഇല്ല, പാടാൻ പറ്റുമവർക്ക് ഭാഷയിൽ പറ്റൂല. ഇവർക്കിത് ശിർക്കാണ്, ഇവർക്ക് ബിദ്അത്താണ്, ഇവർക്ക് പറ്റാത്തതാണ്. എന്നാൽ ഇവരുടെ കാപട്യം കണ്ടോ നിങ്ങൾ? ഇവരുടെ എം ശൈഖ് മുഹമ്മദ് മൗലവിയെ പറ്റി പറയാണ്, ഫശൈഖു മുഹമ്മദിൻ ദുഖുറുൽ വറാകം ഹദമൻ ഫീ അവാദിൽ ജഹലിഹാമോ. അജ്ഞതയുടെ താഴ്വരകളിലൂടെ അതാ അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന ആളുകളെ, എത്രയെത്ര ആളുകളെയാണ് ഹിദായത്തിലേക്ക് ഇദ്ദേഹം കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ പാരത്രിക ലോകത്ത് മനുഷ്യകുലത്തിന്റെ ദുഖുറുൽ വറയാണ് ശൈഖ് മുഹമ്മദ് മൗലവി. ഒരു കുഴപ്പമില്ല അവർക്ക് പാടുന്നതിന്, ഇവർക്കിത് എഴുതുന്നതിന്, പ്രചരിപ്പിക്കുന്നതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. എന്നിട്ട് തീർന്നോ? എന്നിട്ട് പിന്നെയും പറയുന്ന എന്താണ് ഇയാളെ സംബന്ധിച്ച്? നിങ്ങൾ കാണാം, ഇദൽ ഉലമാഉ ലാഊനൈറാതി ഫശൈഖു മുഹമ്മദിൻ ബദറുൻ തമാമു. പണ്ഡിതന്മാരൊക്കെയും നക്ഷത്രങ്ങളാണ്. ശൈഖ് മുഹമ്മദ് മൗലവി എന്ന് ആരാന്നറിയോ നിങ്ങൾ? ബദറുൻ തമാമാണ്. നമ്മൾ മൗലവി കിതാബിൽ കാന്നവുൽ ബദറു ഫീ തമാമി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർണ്ണചന്ദ്രൻ അല്ലേ? ആ വരികൾ ഇവർക്ക് പാടാൻ പറ്റുമോ, പറയാൻ പറ്റുമോ, ചൊല്ലാൻ പറ്റുമോ, ഓതാൻ പറ്റുമോ, സദസ്സിലിരിക്കുമോ അവര്? ഇല്ല. ഇവരുടെ മൗലവിയെ പറ്റി എന്താണ് പറയുന്നത്? ഫശൈഖു മുഹമ്മദിൻ ബദറുൻ തമാമു. ശൈഖ് മുഹമ്മദ് മൗലവി ഞാൻ ബദറുൻ തമാമാണ്. ഇവർക്കൊരു കുഴപ്പമില്ല. ചോദിക്കാൻ നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? ഇതൊക്കെ എന്തേ രചിച്ചു വിട്ടത്? മൗലിദ് കിതാബിനെ പറ്റി പറയുമ്പോ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ മൗലവിമാരെ എന്ന് ചോദിക്കണ്ടേ നിങ്ങള്? തീർന്നില്ലല്ലോ, ഇനിയും നിങ്ങൾക്ക് കാണാം. ഇവരുടെ ഉമർ മൗലവിയെ സംബന്ധിച്ച് എന്തൊക്കെയാ പറയുന്നത്? അല്ലാഹു അംബതഹു നബാതൻ സാലിഹൻ മുതനസിഹൻ മിൻ അൻ കുല്ലി ഫിസ്ഖിൻ സാരി. എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പരിശുദ്ധനായി അല്ലാഹു തആല നല്ല ഒരു ആളാക്കി വളർത്തിയെടുത്തു. അല്ലാഹു അംബതഹു നബാതൻ ഹസന നബാതൻ സാലിഹ. നിങ്ങൾ നോക്കൂ, ഇവിടെ പരിശുദ്ധ ഖുർആനിൽ മഹത്തുക്കളെ സംബന്ധിച്ച് പറഞ്ഞ അതേ വിശേഷണം, ആ വിശേഷണം ഇവിടെ ഇതാ മൗലവിയെ സംബന്ധിച്ച് പറയുന്നു. പോരാ, അസ്ലം തലിർ റഹ്മാനി മിസ്ല ഖലീലിഹി ലിതകൂന ഫീനാ ഉമ്മത്തൽ അഹ്റാരി. അല്ലാഹുവിന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കീഴ്പ്പെട്ടതുപോലെ അതുപോലെ അല്ലാഹുക്ക് കീഴ്പ്പെട്ട ആളാണ് ഞങ്ങളുടെ ഉമർ മൗലവി. ഇവർക്കൊരു കുഴപ്പമില്ല. ഇവർക്ക് പാടാം, പറയാം, എഴുതാം, ഒരു പ്രശ്നവും തോന്നുന്നില്ല. പക്ഷേ ഇവരുടെ മൗലവിമാരായിരിക്കണം. ഇവർക്കിത് പാടാം, എഴുതാം, പ്രചരിപ്പിക്കാം, ആളുകളെ കൊണ്ട് വാങ്ങിപ്പിക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇവരുടെ മൗലവിമാരായിരിക്കണം എന്ന ഒരൊറ്റ വ്യത്യാസം മാത്രമാണ്. ഇനി തീർന്നില്ല. ഇനി നിങ്ങൾ നോക്കി, ഇവരുടെ കെ എം മൗലവിയെ സംബന്ധിച്ച് ഇവരെന്താണ് പറഞ്ഞത്? അശ്ശൈഖു കാന ശരീഫൻ ഫീ ശമാഇലിഹി ഫഫിൽ ബലാഗതി കാന ശൈഖു സഹബാന. നേരത്തെ നമ്മൾ ഉമർ മൗലവിയെ സംബന്ധിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെയാണ് എന്നൊക്കെ വിശദീകരിച്ചു പറഞ്ഞില്ലേ? മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പോലെയാണ് എന്നൊക്കെ മഹത്വങ്ങൾ പറഞ്ഞില്ലേ? ആ മഹത്വങ്ങൾ പറഞ്ഞ പോലെ ഇവിടെ ഇതാ നിങ്ങൾക്ക് കാണാം, ഇവരുടെ കെ എം മൗലവിയെ സംബന്ധിച്ച് വിശദീകരിക്കുകയാണ്. എന്താ വിശദീകരിക്കുന്നത്? സത്യസന്ധതയുടെ വിഷയത്തിൽ ഞങ്ങളെ കെ എം മൗലവി, ഏത് കെ എം മൗലവി? ആളുകളുടെ ഇടയിൽ നിന്ന് രാത്രിക്ക് രാത്രി മുസ്ലിം സമൂഹത്തെ ആ പട്ടാളത്തിന്റെ മുന്നിലേക്ക് എറിഞ്ഞുകൊടുത്ത ഭീരുവായ കെ എം മൗലവി രാത്രിക്ക് രാത്രി കൊടുങ്ങല്ലൂരിലേക്ക് ഭാര്യയുടെ പർദ്ദയും അണിഞ്ഞ് രക്ഷപ്പെട്ട ഭീരുവായ ആള്. അദ്ദേഹത്തെ പറ്റി പറയാണ്, മുസ്ലിം ഉമ്മത്തിനെ വഞ്ചിച്ച ആള്, ഹീലത്തുരിബ പോലെയുള്ള ഗ്രന്ഥങ്ങൾ പലിശ വാങ്ങാൻ വേണ്ടി അതിന് തന്ത്രങ്ങൾ
കുറ്റങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഇസ്ലാമിക നിയമങ്ങളെ കൊച്ചാക്കുകയും ഇസ്ലാമിലെ നിഷിദ്ധ കാര്യങ്ങളെ അത് ഹലാലാണെന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടിയൊക്കെ വന്ന മൗലവിമാര്, ഈ മൗലവിയന്മാരിൽപ്പെട്ട ഒരാളായ കെ മൗലവിയെ പറ്റി ഇവര് പറയാണ് സത്യസന്ധതയുടെ വിഷയത്തിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ പോലെയാണ് ധീരതയുടെ കാര്യത്തിൽ. സഹനത്തിന്റെ കാര്യത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയാണ്. ഭയങ്കര സഹനാണല്ലോ. എന്നിട്ടാണല്ലോ ഇങ്ങനെ പദ്ധതിയിട്ട് ഒളിച്ചോടിയത്. വകാന ഫീ അദ്ലിഹി ബൈനൽ വറാ ഉമറ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയാണ് ഇദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ നീതി നടപ്പിലാക്കിയ കാര്യത്തിൽ. വഫീ നസീഹതിഹി ലിന്നാസി ലുഖ്മാന. ജനങ്ങൾക്ക് സാരോപദേശങ്ങൾ തത്വോപദേശങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിനെ പോലെയാണ്. ആരെ പറ്റിയാണിത്? കെ എം മൗലവിയെ പറ്റി ഈ പുസ്തകങ്ങളൊക്കെ ഇവർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ ചുണക്കുട്ടികള് ഇടപെട്ടിട്ടാണ് അതിൽ നിന്നൊക്കെ ഇവരെ പിന്തിരിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ആ ചരിത്രങ്ങളിലേക്ക് ഇപ്പോൾ പോകാൻ ആഗ്രഹിക്കുകയല്ല. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നിങ്ങൾ നോക്കൂ. ഇവരുടെ MCC മൗലവിയെ സംബന്ധിച്ച് ഇവരെഴുതിയിട്ടുണ്ട്. മൗലൈമാരായ മൗലൈമാരെ പറ്റിയൊക്കെ. ബദറുൽ മഅരിഫി വൽ ഉലാ MCC ഖദ് ഗാബ ഫീ ദം യാസിൽ മഅനൂസി من كان فخر بلادنا وزماننا وملاذ أهل العلم والتدريس. MCCയെ പറ്റിയാണ്, MCC മൗലവിയെ പറ്റിയാണ്. ഇദ്ദേഹം ആരാണെന്ന നമ്മുടെ നാട്ടില്, നമ്മുടെ കാലത്ത്, നമ്മുടെ രാജ്യത്ത് വലിയ അഭിമാനമായിരുന്നു. അതുപോലെ തന്നെ അറിവിന്റെ ആളുകളും അതുപോലെ ദർസ് നടത്തുന്നവരൊക്കെ അവരുടെയൊക്കെ ഒരു അഭയ കേന്ദ്രമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് യാ അബ്ദുറഹ്മാനിൻ ഖറഖത ഖുലൂബന. ഈ മരിച്ചുപോയ മൗലവിനെ വിളിച്ചുകൊണ്ട് തന്നെ പറയാണ് യാ അബ്ദുറഹ്മാനിൻ ഖറഖത ഖുലൂബന നബകി അലൈക ബി മദ്മഹിൻ മബ്ഹൂസി. കുത്തിയൊഴുകുന്ന കണ്ണീരുകൾ കൊണ്ട് ഞങ്ങളിതാ നിങ്ങളെ പറ്റി ആലോചിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കരിച്ചു കളഞ്ഞു. ഞങ്ങൾ കണ്ണുനീരൊഴുക്കി നിങ്ങൾക്ക് വേണ്ടി കരയുകയാണ് ഓ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞിട്ട് MCC അബ്ദുറഹ്മാൻ മൗലവിയെ സംബന്ധിച്ച് ഇവരുടെ അതാ അൽമനാറില് 1964 ഇവരുടെ മൗലിദ്, ഈ മൗലിദും മാലകളൊന്നും ഇവർക്ക് പ്രശ്നമല്ല. ഇനിയും ഇതിന്റെ ഒരുപാട് ഭാഗങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഞാൻ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇവരുടെ മൗലിദുകളും ഇവരുടെ മദുഹുകളും ഇവരുടെ മൗലവിമാരെ പറ്റി മാത്രമാണ്. ലോക മുസ്ലിങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീനായ നബി തങ്ങളെ പറ്റിയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിലാണ്, മഹാന്മാരുടെ പേരിലാണ്. ഇവർക്ക് മൗലവിമാരാണ് പ്രധാനം. ഇവർക്ക് ഇവരെ പഴപ്പിച്ച മൗലവിമാരാണ് പ്രധാനം. അത് ഇബ്നു അബ്ദുൽ വഹാബ് മുതൽ എല്ലാവരുടെയും മദ്ഹുകളുണ്ട്, മൗലിദുണ്ട്, മാലകളുണ്ട്. ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്നാണ് ഏറ്റവും പ്രധാനം. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ അവിടുന്ന് അശ്റഫുൽ ഖൽഖാണ്.